എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റത്തിന് പിന്നിലെ കാരണം എന്തെന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പച്ച നിറത്തിലുള്ള ഈ ഹൃദയ ചിഹ്നം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റത്തിന് പിന്നിൽ എന്താണ്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മാറ്റം പോസിറ്റീവാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ നിങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചിരുന്നു. അവരുടെ ശ്രമഫലമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി ക്ലിയറായിട്ടുള്ള മനസ്സുകൊണ്ട്, ക്ലിയറായിട്ടുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ ആ വ്യക്തി സ്നേഹിക്കുന്നു. എല്ലാം മറ്റുള്ളവരുണ്ടാക്കിയ തെറ്റിദ്ധാരണകളാണെന്ന് ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ വ്യക്തിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഏറ്റവും ആത്മാർത്ഥമാണ്. മുൻപും നിങ്ങളെ ആ വ്യക്തിക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് കമ്മിറ്റ്മെൻറ്റുള്ള, ആ വ്യക്തിയുമായി വളരെ അടുത്തുള്ള ചില ആളുകൾ ആ വ്യക്തിയെ തകർക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിക്കെതിരെ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും ആ വ്യക്തിക്കെതിരെ പല പ്രശ്നങ്ങളുണ്ടാക്കുകയും ആ വ്യക്തിയെ തകർക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ ഒരു കാരണമായി. നിങ്ങളിൽ ആ വ്യക്തിക്കൊരു ശത്രുത ഉണ്ടായി. ആ ശത്രുതയെ മുതലെടുത്തുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ തന്നെയായിരുന്നു നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഇഷ്ടമില്ലാത്തവർ ശ്രമിച്ചത്. പക്ഷെ അത് വിജയിച്ചില്ല. വിജയം നിങ്ങൾക്കായിരുന്നു. ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആ വ്യക്തിക്ക് സത്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് തീർത്താൽ തീരാത്ത ഒരു സ്നേഹമാണ്. ഇപ്പോൾ നിങ്ങളെ മനസ്സറിഞ്ഞ് ആ വ്യക്തി സ്നേഹിക്കുകയാണ്. മറ്റ് കടമ്പകളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ, ഈ മാറ്റത്തിന് പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ നന്മയായിരിക്കാം. നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച ആത്മാർത്ഥത തന്നെയായിരിക്കാം. നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. ആ വ്യക്തിയുടെ മാറ്റം, ആ വ്യക്തിയുടെ ചിന്ത ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. ഒരാൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിച്ചാൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. കളങ്കരഹിതമായി, നിസ്വാർത്ഥമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു. അതിൻ്റെ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആ പ്രണയം, ആ ഇഷ്ടം, ആ സ്നേഹം, ആ ആത്മാർത്ഥതയെ തകർക്കാൻ കഴിയില്ല. രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിച്ചിരുന്നു മുന്നോട്ട് പോയതാണ്. നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ ഒരു പ്രതിസന്ധിയില്ലാതെ കടന്നുപോയപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിലോ അതോ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ആ കാരണം നിങ്ങളുടെ ബന്ധത്തെ അടിമുടി പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെയാണത് വന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടത്തെ, ആ വ്യക്തിയുടെ സ്നേഹത്തെ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായാണ് കണ്ടിരുന്നത്, നിങ്ങൾ എത്രത്തോളം തീഷ്ണതയോടെ, എത്രത്തോളം നിസ്വാർത്ഥമായാണ് കണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഇടയിലെ പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കുകയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്ന് സ്വയം നിങ്ങളൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ടും ഒരു തേർഡ് പാർട്ടി നിങ്ങളിലേക്ക് എത്തി. ആ തേർഡ് പാർട്ടി നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിലെ പല അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളാക്കി മാറ്റിക്കൊണ്ട് അതിനെതിരെ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു.
അവരുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം മൂലം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലൊരു അകൽച്ച ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. മാനസികമായിട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും ഒരകലം ഉണ്ടായിരിക്കുന്നു. ഈ അകലത്തിൻ്റെ സകല ഉത്തരവാദിത്വവും സകല കാരണവും ഈ തേർഡ് പാർട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തേർഡ് പാർട്ടിയുടെ കൃത്യമായ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റുക എന്ന് തന്നെയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുമിക്കുന്നതിൻ്റെയും സന്തോഷത്തിൻ്റെയുമായ ഒരു നന്മയും ഉണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരകൽച്ചയിലാണിപ്പോൾ. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മനസ്സിലാക്കുക. തേർഡ് പാർട്ടിയുടെ വാക്കും പ്രവൃത്തിയും വിശ്വസിച്ച് തേർഡ് പാർട്ടിയെ മറ്റെല്ലാവരിലേക്കാളും നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തുറന്ന് സംസാരിക്കുമ്പോൾ ഈ തേർഡ് പാർട്ടി ഒന്നുമല്ലാതായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ തുറന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ഈ അകൽച്ച ഉണ്ടാക്കിയത് ആ തേർഡ് പാർട്ടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.